ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നാളെ നമീബിയയിൽ. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മലപ്പുറത്തെ നിപ ബാധയുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ആശയത്തിലൂന്നിയുള്ള കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് മാതൃകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഈ മാസം 12 വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം അവസാന ഘട്ടത്തിൽ. ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവയുമായി പ്രധാനമന്ത്രി ഇന്ന് ബ്രസീലിയയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. പുനരുപയോഗ ഊർജ്ജം, കൃഷി, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, രഹസ്യ വിവര കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഒപ്പുവയ്ക്കും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നാളെ നമീബിയയിൽ എത്തും. കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനി ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിദഗ്ധ സംഘം സംസ്ഥാനത്തെത്തും. മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട്ടിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജില്ലയിലെ പഴംതീനി വവ്വാലുകളിൽ ICMR മുൻപ് നടത്തിയ പരിശോധനയിൽ നിപ വൈറസിനെതിരെയുള്ള ആന്റിബോഡികൾ കണ്ടെത്തിയിരുന്നു. രോഗസാധ്യതാ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകിയതായും DMO അറിയിച്ചു. നിപ പ്രത്യേക OP സേവനങ്ങൾ ഇ-സഞ്ജീവനി ആപ്പിൽ ലഭ്യമാക്കി. രാവിലെ 8 മുതൽ രാത്രി 8 മണിവരെയാണ് സേവനം. ഇ-സഞ്ജീവനി വഴി ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി ആശുപത്രി സന്ദർശനം പരമാവധി ഒഴിവാക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ട കോന്നിയിലെ ക്വാറിയിൽ ഇന്നലെ നടന്ന അപകടത്തിൽ പാറ ഇടിഞ്ഞു വീണ് കാണാതായ ബീഹാർ സ്വദേശി അജയ് റായിക്കായുള്ള രക്ഷാദൌത്യം വൈകാൻ സാധ്യത. രാവിലെ രക്ഷാദൌത്യം പുനരാരംഭിച്ചെങ്കിലും അപകടകരമായ രീതിയിൽ പാറ ഇളകി വീണതും കൂടുതൽ സജ്ജീകരണങ്ങൾ ഇല്ലാത്തതും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ കാരണമായിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ദുരന്ത സ്ഥലത്ത് ലോഗ് ബൂം, എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ളവ എത്തിച്ച് ദൌത്യം തുടരാൻ തയ്യാറെടുപ്പ് നടത്തിയെങ്കിലും അത്തരം വലിയ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയാത്ത സ്ഥലത്തിന്റെ പ്രത്യേകതയും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രത്തിൽ ഘടിപ്പിക്കേണ്ട ഇരുമ്പ് റോപ്പ് ഉൾപ്പെടെ മറ്റുള്ള ജില്ലകളിൽ നിന്നായി എത്തിക്കുന്ന മുറയ്ക്ക് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകേന്ദ്രം സൂചന നൽകുന്നത്. അതേസമയം കാണാതായ ആളുടെ 2 സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദുരന്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക് നടത്തും. ഇന്ന് രാത്രി 12 മുതൽ നാളെ രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം നാളത്തെ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തൊഴിൽ സംഘടനകൾ ആരോപിച്ചു. നാളെ നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ച KSRTC ജോലിക്ക് എത്താത്തവരുടെ 1 ദിവസത്തെ ശമ്പളം റദ്ദാക്കുമെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പോലീസിനെ അറിയിക്കാനും KSRTC MDയുടെ ഉത്തരവിൽ പറയുന്നു. പണിമുടക്കുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് നേരത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ആശയം മുൻനിർത്തി കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് മാതൃകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മറ്റൊരു സംസ്ഥാനത്തിനും സാധിക്കാത്ത തരത്തിൽ വേഗത്തിലും സുതാര്യമായും ജനപങ്കാളിത്തത്തോടും കൂടിയാണ് ഡിജിറ്റൽ റീസർവേ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റ ചിപ്പിൽ 14 രേഖകൾ അടങ്ങിയ റവന്യൂ കാർഡ് ജനങ്ങൾക്ക് ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സമൂഹമാധ്യമം വഴി വ്യാജ പ്രചാരണം നടത്തുന്നതായി കാണിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകി. വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ മതപരമായ ചടങ്ങുകൾക്കായി സ്കൂളിന് പുറത്ത് പോകുന്നത് കർശനമായി നിരോധിക്കും എന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗവർണർക്കെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. VCയുടെ ചേംബറിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. SFI കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും നടക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമാധാനം നിലനിർത്തുന്നതിനും സർവകലാശാലകളുടെ സുഗമമായ പ്രവർത്തനത്തിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും നടത്തുന്ന വിവാദങ്ങളിൽ ഇരകളാകുന്നത് വിദ്യാർത്ഥികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അക്കാദമിക് രംഗത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. രാജ്ഭവനെ രാഷ്ട്രീയ മതപ്രചാരണങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റരുതെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷരഹിത പച്ചക്കറികളും വിവിധ ഇനം പൂക്കളും വിപണിയിലെത്തിച്ച് നാടിന്റെ ഓണം സമ്പുഷ്ടമാക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ. ഇക്കുറിയും പൂർണ്ണമായും ജൈവ രീതിയിൽ മണ്ണിൽ പൊന്നു വിളയിക്കാനാണ് ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ വനിതകളുടെ ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ 124.68 ഏക്കറിലാണ് പൂവും പച്ചക്കറിയും കൃഷി ചെയ്യുന്നത്. ഓണച്ചന്തകൾ ലക്ഷ്യമിട്ട് ജില്ലയിലെ 52 സീഡേഴ്സുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 457 ഗ്രൂപ്പുകളാണ് കൃഷി ഇറക്കുക. നിറപ്പൊലിമ എന്ന പേരിൽ പൂക്കൃഷിയും ഓണക്കനി എന്ന പേരിൽ പച്ചക്കറി കൃഷിയും നടത്തും. കുടുംബശ്രീ ജൈവിക നഴ്സറിയിൽ നിന്ന് ഓർഡർ എടുത്ത് തൈകൾ ലഭ്യമാക്കും. ജൂലൈ പകുതിക്ക് മുമ്പ് കൃഷി ആരംഭിച്ച് ആഗസ്റ്റ് പകുതിയോടെ വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാതലത്തിലും നഗരസഭകൾ പഞ്ചായത്ത് തലങ്ങളിലും ഓണച്ചന്തകൾ ആരംഭിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയും ഉറപ്പാക്കും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ നടക്കും. ഓവലിൽ നടന്ന അവസാന മത്സരത്തിൽ 5 റൺസിന് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുന്നിലാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിൽ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ അടച്ചിരിക്കുകയാണെങ്കിലും നീരൊഴുക്ക് തുടർന്നാൽ നിയന്ത്രിത അളവിൽ ജലം തുറന്നുവിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സാക്ഷരതാ തുല്യതാ ക്ലാസിലൂടെ അക്ഷരം പഠിച്ച് അറിവ് സമ്പാദിച്ച കണ്ണൂർ ചെങ്ങളായി തോപ്പിലായി സ്വദേശിനി പി ജാനകിയുടെ 44 കവിതകൾ ഉൾപ്പെടുത്തിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഠിനമായ ജീവിത സാഹചര്യങ്ങളാൽ ജാനകിക്ക് പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. തുല്യതാ പരീക്ഷയിലൂടെ 7ാം ക്ലാസും 10ാം ക്ലാസും പാസ്സായ ഈ 62കാരി 2015 കവിതകൾ എഴുതി തുടങ്ങിയത്. പൊൻപുലരിയിൽ എന്ന തലക്കെട്ടിൽ കൈരളി ബുക്സാണ് കവിതകൾ പ്രസിദ്ധീകരിച്ചത്. സമൂഹ അനീതികൾ, കറുത്ത കൈ, മഹാത്മാവിന്റെ ജീവിതം, മുത്തുമണി, കൊറോണ, പൂവിനോട് തുടങ്ങി 44 കവിതകൾ സമാഹാരത്തിലുണ്ട്. 55 കവിതകളും 2 കഥകളും ജാനകി ഇതിനകം എഴുതിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 270 പോയിന്റ് ഉയർന്ന് 83,713-ലും നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 25,523-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി ഗ്രാമിന് 50 രൂപ ഉയർന്ന് 9,060 രൂപയും പവന് 72,480 രൂപയുമാണ് ഇന്നത്തെ വില. മഞ്ഞുമൽ ബോയ്സ് ചിത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൌബിൻ ഷാഹിറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഷൌബിനെ ചോദ്യം ചെയ്ത ശേഷം കൊച്ചി മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നടൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തദാന രംഗത്തെ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. രക്തദാനം ചെയ്യാൻ ഡോണർമാരെ എത്തിക്കാം എന്ന വ്യാജ വാഗ്ദാനം നൽകി വൻ തുക വാങ്ങി കബളിപ്പിക്കുന്നതായുള്ള നിരവധി പരാതികളാണ് പോലീസിന്റെ പോൾ ബ്ലഡിലേക്ക് ലഭിച്ചിട്ടുള്ളത്. തട്ടിപ്പുകളെക്കുറിച്ച് poll@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ പരാതികൾ നൽകാമെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നാളെ നമീബിയയിൽ. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. മലപ്പുറത്തെ നിപ ബാധയുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിലും ജാഗ്രതാ നിർദ്ദേശം. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ എന്ന ആശയത്തിലൂന്നിയുള്ള കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് മാതൃകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഈ മാസം 12 വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.